ഇപ്പോൾ സംസ്ഥാന കൗൺസിൽ യോഗവും മുൻ നേതാക്കളെ ആദരിക്കുന്നൊരു ചടങ്ങുമാണ്. സർവീസിൽ നിന്നും വിരമിച്ച ബഹുമാന്യനായ ശ്രീ രമേശൻ തമ്പിക്ക് യാത്രയയപ്പ് നൽകുന്നൊരു ചടങ്ങ് കൂടിയാണ്. ഞങ്ങൾ നിർബന്ധമായി ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് തീരുമാനിക്കാൻ കാര്യവും അദ്ദേഹം റിട്ടയർ ചെയ്യുന്നൊരു അവസരമാണ്. വളരെ നന്നായി PSCയിലെ നമ്മുടെ സംഘടനയ്ക്ക് സുശക്തമായ നേതൃത്വം കൊടുത്ത ഒരാളാണ് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹവും സഹപ്രവർത്തകരും ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംഘടനയെ ഒരു ശക്തമായ സംഘടനയാക്കി മാറ്റാൻ, ശക്തമായ സാന്നിധ്യമാക്കി മാറ്റാൻ കഴിഞ്ഞത് എന്ന് ഞാൻ പ്രത്യേകമായി പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിനോടുകൂടിയുള്ള ആദരവ് കൂടിയായിട്ടാണ് നിയമസഭ സമ്മേളിക്കുന്ന സമയമാണെങ്കിലും ഞങ്ങളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾ വൈകിയപ്പോൾ ഞാൻ വിഷുവിനോട് പറഞ്ഞിരുന്നു എന്തായാലും പോയേ പറ്റുള്ളൂ, അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുന്ന ചടങ്ങ് കൂടിയാണെന്ന്. വൈകി വന്നിട്ട് കൂടുതൽ പ്രസംഗിക്കുന്നത് അനൗചിത്യമാണ് എന്നറിയുന്നു. സംസ്ഥാന കൗൺസിൽ യോഗത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ രമേശൻ തമ്പിയെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായ അഭിനന്ദനം അർപ്പിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. റിട്ടയർ ചെയ്യുന്നവരോടൊക്കെ എനിക്കൊരു പ്രധാനപ്പെട്ട നേതാക്കളോടുള്ളൊരു അഭ്യർത്ഥന, ഇത്രയും നാൾ ആക്റ്റീവായി നടന്നാണ്, ഇനിയുള്ള സമയത്ത് ഇതിനേക്കാൾ ആക്റ്റീവായി സംഘടനയിലേക്ക് വരണം എന്നാണ് എൻ്റെ ക്ഷണം. ഔദ്യോഗികമായി നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുക. ഇവിടെ അദ്ദേഹം നടത്തിയ സംഘടനാ പ്രവർത്തനത്തിന് അർഹമായ രീതിയിലുള്ള അംഗീകാരം സംഘടനയിൽ അദ്ദേഹത്തിന് കൊടുക്കും, ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ സേവനം നമ്മുടെ പാർട്ടിക്ക്, നിങ്ങളൊക്കെ റിട്ടയർ ചെയ്യുമ്പോൾ നമ്മൾ പിടിക്കും, ഇനി മുതൽ ഒരാളെ വിടാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. പണ്ട് ഞാൻ പറയും, റിട്ടയർ ചെയ്യുമ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ റിട്ടയർ ചെയ്യുന്ന ആളുകളെ ഓഫീസിൽ നിന്ന് കൊണ്ടാക്കും വീട്ടിൽ. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് നെഞ്ചത്തടിച്ച് നിലവിളിക്കും വീട്ടുകാർ, കാരണം ഇനിയൊന്നും ഇല്ലെന്നാണ് തീരുമാനം പണ്ട്. ഇപ്പോൾ അതാണ് സ്ഥിതി. ഇപ്പോൾ ഒരു ഔദ്യോഗിക ജീവിതത്തിൽ തിരശ്ശീലമായിട്ട ആളുകൾ അതിനേക്കാൾ ആക്റ്റീവായിട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. രാഷ്ട്രീയ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, പൊതുരംഗത്ത് വളരെ സജീവമാണ്. പല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർമാൻമാർ, കോർപ്പറേഷൻ കൗൺസിലർമാരൊക്കെ പുലി പോലെ നടക്കുകയാണ് റിട്ടയർ ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും. നമ്മുടെ സംഘടനയാണെങ്കിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ, ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഏറ്റവും ഊർജ്ജസ്വലമായ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒന്നാം സ്ഥാനം ആ പെൻഷനർമാരുടെ സംഘടനയാണ്. എന്ത് ഭംഗിയായിട്ടും എന്ത് ചിട്ടയായിട്ടുമാണ് എന്ത് ഭംഗിയായിട്ടും എന്ത് ചിട്ടയായിട്ടുമാണ് അവരെ കാര്യങ്ങൾ നടത്തുന്നത്. ഞാൻ സാധാരണ അവരുടെ യോഗത്തിൽ പറയുമ്പോൾ അവർ വിചാരിക്കും അവരുടെ യോഗത്തിലായതുകൊണ്ടാണ് പറയണത്. അതുകൊണ്ടല്ല, അത്ര ഭംഗിയായിട്ടാണ്. ഇപ്പോൾ പെൻഷനർമാർ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഭയങ്കര അസറ്റായി മാറുകയും ചെയ്യുന്ന, ഞങ്ങൾ പുതിയ അസൈൻമെൻറ്റ്സൊക്കെ അവർക്ക് കൊടുക്കാൻ പോകാം. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഞങ്ങൾ അവരെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും അവർ വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തു തീർത്തു. പുതിയ അസൈൻമെൻറ്റ്സ് അവർക്ക് കൊടുക്കാൻ പോകാം. അപ്പോൾ വളരെ മെച്യൂർഡായിട്ടുള്ള, വളരെ എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് കോണ്ടാക്റ്റൊക്കെയുള്ള അവരൊക്കെ വീണ്ടും പൊതു രംഗത്തേക്ക്, രാഷ്ട്രീയ രംഗത്തേക്കും വരുമ്പോൾ നമ്മുടെ സംഘടനയ്ക്കും അത് വലിയൊരു ശക്തിയായി മാറും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയും.